أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസിനികളെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി മരണത്തെ സ്വീകരിക്കുവാനും അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ആ കർമ്മങ്ങൾക്കനുസൃതമായ പ്രതിഫലം അവർക്ക് നൽകുമെന്ന് ഉറപ്പു നൽകുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആണാണോ പെണ്ണാണോ എന്നതല്ല, എന്ത് കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്ത്രീയാണോ പുരുഷനാണോ എന്നതിൻ്റെ പേരിൽ പ്രതിഫലത്തിൽ യാതൊരു കുറവും വരുത്തുകയില്ല എന്നും അല്ലാഹു എല്ലാവർക്കും തുല്യമായ പ്രതിഫലം നൽകുമെന്നും വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബതൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ ആയത്താണ്. ആരായിരുന്നാലും ശരി, ആണായാലും പെണ്ണായാലും യഥാർത്ഥമായ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, ത്വയ്യിബായ ഒരു ജീവിതം. അതേപോലെ തന്നെ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായതിനനുസരിച്ച് അവർക്കുള്ള പ്രതിഫലം തീർച്ചയായും നാം അവർക്ക് നൽകുകയും ചെയ്യും. ഇതേ ആശയം തന്നെയാണ് സൂറത്തുൻ നിസായിലെ 124-ാമത്തെ ആയത്തിൽ ഖുർആൻ നമ്മോട് പറയുന്നത്. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, ആണാകട്ടെ പെണ്ണാകട്ടെ ആർ സത്യവിശ്വാസിയായി കൊണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നുവോ അവർക്ക് ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. വലാ യുളമൂന നഖീറ, അവരോട് ഒരു തരിമ്പും അനീതി കാണിക്കുകയില്ല. സ്ത്രീയായിപ്പോയി അല്ലെങ്കിൽ പുരുഷനായിപ്പോയി എന്നതിന്റെ പേരിൽ പ്രത്യേകമായ അവഗണനയോ പരിഗണനയോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കിടയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ ഖുർആൻ പറഞ്ഞൊരു കാര്യം, വിശ്വാസത്തോടു കൂടിയുള്ള കർമ്മങ്ങൾക്കാണ് പ്രതിഫലം കിട്ടുക. അപ്പൊ അതാണ് ബേസ് എന്ന് പറഞ്ഞത്. വിശ്വാസികളല്ലാത്ത ആളുകൾക്കും പ്രതിഫലം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് നീതി ശരിയാവുക എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് സ്വർഗം ലഭിക്കുക എന്ന പ്രയോഗത്തിന് തന്നെ പ്രസക്തിയുള്ളത്. മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചാണ് മരണാനന്തരമുള്ള പ്രതിഫലത്തെ കുറിച്ച് ചർച്ചയുള്ളത്. അങ്ങനെ സ്വർഗനരകമില്ല, മരണാനന്തരം ഒരു ജീവിതമില്ല, വിചാരണയില്ല, ഈ ജീവിതത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണ് എന്ന് വിചാരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പിന്നെ സ്വർഗം ലഭിക്കണം അല്ലെങ്കിൽ മരണാനന്തരമുള്ള ജീവിതത്തിൽ തനിക്ക് നീതി ലഭിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. അപ്പൊ യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരിക്കുകയും അതിനനുസൃതമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക,
ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ചർച്ച, സ്ത്രീ അതിങ്ങനെ ഇടക്കിടക്ക് പൊങ്ങി വരുന്നൊരു ചർച്ചയാണ്. സ്ത്രീയും പുരുഷനും ഒരേപോലെയാകുന്നു, സ്ത്രീയും പുരുഷനും ഒരേപോലെയാകുന്നു. ഇത് പദപ്രയോഗത്തിലുള്ള ചില സാഹിതീയമായ വീക്ഷണങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ച് വലുതാക്കുകയാണ്. ഇതിനെ വിമർശിക്കുന്ന ആളുകൾക്കും പറയുന്ന ആളുകൾക്കും ഒക്കെ അറിയാം എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ശാരീരികമായി, ജൈവികമായി, സ്വഭാവപരമായി, അതേപോലെ തന്നെ ജൈവശാസ്ത്രപരമായി സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭൗതിക ലോകത്തും നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ചില ആനുകൂല്യങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങൾ, ചില റിസർവേഷനുകൾ, അവർക്ക് വേണ്ടി പ്രത്യേകമായ സീറ്റുകൾ, അവർക്ക് വേണ്ടി പ്രത്യേകമായ ടോയ്ലറ്റുകൾ, അവർക്ക് വേണ്ടി പ്രത്യേകമായ വിശ്രമ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ അവർക്ക് പ്രത്യേകമായ സംവരണങ്ങൾ ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നത്. ഭൗതികമായി, ശാരീരികമായി, ജൈവശാസ്ത്രപരമായി അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അത് പറയുമ്പോഴത്തേക്ക് സ്ത്രീയും പുരുഷനും രണ്ടാക്കിയെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമി വിഷയത്തിൽ പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു എന്ന ഈ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 34-ാമത്തെ ആയത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മൂരാച്ചി ആശയമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ആശയം കാലികമല്ല എന്നൊക്കെ വിമർശിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നതിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ രണ്ടു കാരണങ്ങളിൽ ഒന്ന് ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ, അത് പടച്ചവൻ തന്നെ മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അള്ളാഹു കഴിവ് നൽകിയിരിക്കുന്നത് കൊണ്ടാകുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാരീരികമായ വ്യത്യാസങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രതികരണ രീതികളിൽ വ്യത്യാസങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങളുണ്ട്, പരിമിതികളും സാധ്യതകളും വ്യത്യാസമാണ്. അങ്ങനെ ജൈവശാസ്ത്രപരമായി സൃഷ്ടിപ്പിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്. രണ്ടാമത്തേത് സാമ്പത്തികമായി കാര്യങ്ങളൊക്കെ ചെലവഴിക്കുവാൻ ഇസ്ലാം ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷനെയാണ്, സ്ത്രീയെ അല്ല. ഇനി ഇവിടെ തന്നെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുന്ന ആയത്തിൽ ഖവ്വാമൂന എന്ന വാക്കിന്റെ ഭാഷാപരമായ അർത്ഥപരിഗണനയിൽ തന്നെ വരുന്ന ഏറ്റവും നീതിയുക്തമായി പറയാവുന്ന അർത്ഥം, ഖവ്വാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഒന്നായിട്ട് ഭരിക്കാനുള്ള അവകാശം പുരുഷന് കൊടുത്തിരിക്കുന്നതല്ല. അങ്ങനെ മനസ്സിലാക്കിയ ആളുകളുണ്ട്. പലപ്പോഴും മുസ്ലിം പണ്ഡിതന്മാരോ പ്രഭാഷകന്മാരോ എഴുത്തുകാരോ ഒക്കെ അങ്ങനെ തെറ്റായി അതിനെ വ്യാഖ്യാനിക്കാറുമുണ്ട്. അവിടെ ഖവ്വാമൂന എന്ന് പറഞ്ഞാൽ നീതിപൂർവമായ നിർവഹണം എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തത്തിന്റെ, സ്ത്രീകളുടെ കാര്യം, അവരുടെ സംരക്ഷണം, അതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷന്മാരെയാകുന്നു. അത് കൃത്യമായി നീതിപൂർവമായി നിർവഹിക്കുവാനുള്ള നിർവഹണ ബാധ്യത എന്ന് പറഞ്ഞതാണ്. ആ ബാധ്യത അത് ഡ്യൂട്ടിയായി ഏൽപ്പിച്ചിരിക്കുന്നു. ഡ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ അല്ല, ഡ്യൂട്ടിഫുൾ. അങ്ങനെ ഒരു ബാധ്യതയായി ആ നിർവഹണം ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് ഖാമ, യഖൂമു, ഖിയാമ്, ഖായിമ്, ഖവ്വാമ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ഭംഗിയായി നിർവഹിക്കുക. ഖവ്വാം, നല്ല നിർവാഹകൻ. നല്ല നിർവാഹകൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ത്രീകളുടെ, നിങ്ങളുടെ പെൺകുട്ടികളുടെ, നിങ്ങളുടെ സഹോദരിമാരുടെ, നിങ്ങളുടെ ഉമ്മയുടെ, നിങ്ങളുടെ ഭാര്യയുടെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്തം നിങ്ങളെയാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, എല്ലാവരും അവരെങ്ങനെ അടക്കി ഭരിക്കുന്ന ഭാര്യ ഭർത്താവ് എന്നുള്ള പ്രയോഗം തന്നെ ശരിക്കും അറബിയിൽ ആ പ്രയോഗമില്ല. അറബിയിൽ സൗജ്, സൗജത്ത് ഇണയും തുണയുമാണ്. സൗജാണ്, ഇണയാണ്. ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ മലയാളത്തിലാണ് ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും എന്നർത്ഥം വരിക. അപ്പൊ അതുകൊണ്ട് ആ ആയത്തിന്റെ പരിധിയിൽ വരുന്ന വ്യാഖ്യാനത്തെ നമ്മൾ അങ്ങനെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അധികാരം ഉപയോഗിക്കുകയല്ലത്. അപ്പൊ വിശ്വാസത്തോടുകൂടി ആര് അധ്വാനിക്കുന്നുവോ അങ്ങനെ അധ്വാനിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും. സാമ്പത്തികമായ ഒരു ബാധ്യതയും സ്ത്രീയെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് സ്വത്തവകാശത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇസ്ലാം വലിയ അനീതി കാണിച്ചിരിക്കുന്നു. എപ്പോഴും പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്ക് എന്നൊക്കെ പറയാറുണ്ട്. പുരുഷന്റെ പകുതിയല്ല സ്ത്രീക്ക്. പുരുഷന്റെ പകുതിയാണ്
സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ സ്ത്രീയെ പകുതിയാക്കി ചുരുക്കും. അങ്ങനെയല്ല പറയേണ്ടത്. സ്ത്രീ ഒരു മുഴുവൻ ആളത്വമാണ്. ആ സ്ത്രീയുടെ ഇരട്ടി പുരുഷന് കൊടുത്തതാണ്, അല്ല പുരുഷന്റെ പകുതി സ്ത്രീക്ക് കൊടുത്തതല്ല. അതെന്തുകൊണ്ടാ? പുരുഷൻ രണ്ടു ഉത്തരവാദിത്വമുണ്ട്. സ്വന്തം കാര്യത്തെയും നേരത്തെ പറഞ്ഞതുപോലെ ഈ കാമാല ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇനി സ്ത്രീക്ക് എല്ലാ സന്ദർഭങ്ങളിലും പുരുഷന്റെ പകുതിയാണോ? അല്ല. ഒരൊറ്റ ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഒരു സ്ത്രീ മരണപ്പെട്ടു. ആ സ്ത്രീക്ക് ഒരു മകളുണ്ട്, ഭർത്താവുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. എങ്കിൽ ആ സ്ത്രീയുടെ പകുതി സ്വത്ത് മകൾക്കാണ്. പകുതി സ്വത്ത്. ആ സ്ത്രീയുടെ ഭർത്താവാകുന്ന പുരുഷന് 1/4 മാത്രമേ ഉള്ളൂ. ആ സ്ത്രീയുടെ ഉപ്പയാകുന്ന പുരുഷനും ഉമ്മയാകുന്ന പുരുഷനും 1/6 മാത്രമേ ഉള്ളൂ. ഉപ്പ എന്ന് പറയുന്ന പുരുഷനാണല്ലോ, ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയാണല്ലോ. രണ്ടാൾക്ക് ഒരേ അവകാശം, തുല്യാവകാശം. പെണ്ണാകുന്ന മകൾക്ക് കിട്ടിയത് പകുതി. ഈ പുരുഷനേക്കാളും ഒക്കെ എത്രയോ അധികം. ഭർത്താവാകുന്ന പുരുഷന് കിട്ടിയത് മകളാകുന്ന സ്ത്രീക്ക് കിട്ടിയതിനേക്കാൾ കുറവ്, 1/4. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ സ്ത്രീകളെ അരിക്കാക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന പ്രചാരണത്തെ താത്വികമായി തന്നെ ഇസ്ലാം പൊളിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആ കാര്യത്തെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്നാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുക, സൽക്കർമ്മനിരതമായി ജീവിതം നയിക്കുക, അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അതിനാ പ്രാധാന്യം കൊടുത്തത്. വിശുദ്ധ ഖുർആനിലെ സൂറ അശ്ശറഹ് 74-ാം അധ്യായം, അതിലെ 8-ാമത്തെ ആയത്തിൽ 7-ാമത്തെയും 8-ാമത്തെയും നമുക്ക് പരിചയമുള്ള ആയത്ത്, ഫഇദാ ഫറഅത ഫൻസബ്, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. മടിയനായി, കർമ്മങ്ങൾ ചെയ്യാത്തവരായി, അലസനായി, ഉത്തരവാദിത്വ ബോധമില്ലാത്തവനായി, നിഷ്ക്രിയനായി അങ്ങനെ ഒരു മുസ്ലിം ഇല്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഫഇദാ ഫറഅത ഫൻസബ്, നിനക്ക് ഒഴിവ് കിട്ടിയാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. കർമ്മ നൈരന്തര്യമാണ്, സജീവതയാണ്, എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന, പ്രസരിപ്പോടുകൂടി നിൽക്കുന്ന, തന്റെ ആരോഗ്യത്തിനും സാമ്പത്തിക സ്ഥിതിക്കും സുസ്ഥിതിക്കും കഴിവും ഒക്കെ അനുസരിച്ച് തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക. ഇലാ റബ്ബിക ഫർഅബ്, രക്ഷിതാവിലേക്ക് തന്നെ നീ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് അമാനി മൗലവി എഴുതിയ തഫ്സീർ നമ്മൾ ആവർത്തിച്ച് വായിക്കണം. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഈ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന വിഷയങ്ങളിൽ പ്രത്യേകമായി അധ്വാനിക്കണമെന്ന് പറയാതെ പൊതുവായി പറഞ്ഞത് പ്രത്യേകം അർത്ഥവത്താകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഐഹികമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് കിട്ടിയാൽ പാരത്രികമായ കാര്യങ്ങളിലും, അക്രമികൾക്കെതിരെയുള്ള സമരത്തിൽ നിന്ന് ഒഴിവ് കിട്ടിയാൽ ദേഹേച്ഛകളോടും പിശാച്ചിനോടുമുള്ള സമരത്തിലും, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ഒഴിവാകുമ്പോൾ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും, വ്യക്തിപരമായ ആവശ്യങ്ങളിൽ നിന്ന് സ്വസ്ഥമാകുമ്പോൾ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പൊതുകാര്യങ്ങളിലും, നിർബന്ധ കർമ്മങ്ങൾ ചെയ്തു തീർന്നാൽ ഐച്ഛികമായ കർമ്മങ്ങളിലും, സുന്നത്തായ കാര്യങ്ങൾ, നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ, പകലത്തെ ജോലി തിരക്കുകൾ അവസാനിച്ചാൽ രാത്രി നമസ്കാരത്തിലും, നമസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥനയിലും, ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള ശ്രദ്ധയിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോൾ മറ്റൊരു നല്ല വിഷയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാകുന്നു മഹത്തായ ഈ സാരോപദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആലോചിച്ചപ്പോൾ നിങ്ങൾ, അതാണ് ഫഇദാ ഫറഅത ഫൻസബ്. ഇങ്ങനെ കർമ്മനിരതമായ ഒരു ജീവിതമാണ്. ആ കർമ്മങ്ങളെ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും പൂർണ്ണതയോടുകൂടി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇത്ഖാനുൽ അമൽ എന്ന് പറയും. ഇത്ഖാനുൽ അമൽ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവർത്തികളുടെ പൂർണ്ണത. എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ തൊട്ടുവെക്കുക എന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചില ആളുകൾ ചിതറി മരിക്കുന്നവരാകുന്നു. ഈ ചിതറി മരിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടിന്റെ അടിയിൽപ്പെട്ടിട്ട് ചിതറി മരിക്കുക എന്നുള്ളതല്ല. കുറേ കാര്യങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെയായി എന്തൊക്കെയോ തുടങ്ങി വെക്കുകയും തുടരുകയും ഒന്നും പൂർത്തിയാകാതാവുകയും മരണപ്പെട്ടു പോകുമ്പോൾ വേവലാതിയോടുകൂടി ഒന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം പാതി വഴിയിലാണ്, എല്ലാം അപൂർണമാണ്, ഒന്നും കൃത്യമായിട്ടില്ല, എല്ലാം പോരായ്മകളുള്ളതാണ്. ഇങ്ങനെ അപൂർണമായി
ഒന്നും പൂർത്തിയാകാതെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ അവിടെയും ഇവിടെയുമായി ചിതറി മരിക്കുന്ന ആളുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും പൂർണ്ണതയിലെത്തിയില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായി പൂർണ്ണതയോട്, അത് മതപരമായ കാര്യമായിരുന്നാലും ശരി, നമ്മുടെ ജോലി സംബന്ധമായ കാര്യമായിരുന്നാലും ശരി, സാമൂഹികമായ കാര്യങ്ങളായിരുന്നാലും സമുദായത്തിന്റെ കാര്യങ്ങളായിരുന്നാലും ആത്മീയമോ ഭൗതികമോ ആയ കാര്യങ്ങളായിരുന്നാലും ശരി, എല്ലാം അതാണ് ഇത്ഖാനുൽ അമൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങളിൽ ആരെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ഇത്ഖാനോടുകൂടി ചെയ്യുക എന്നതാകുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഫിനിഷിംഗ് ആണ്, പരിപൂർണതയാണ്, ആ കൃത്യതയാണ്. ഏറ്റവും ഭംഗിയായി, ഏറ്റവും വൃത്തിയായി, ഏറ്റവും ആത്മാർത്ഥമായി. ഇഖ്ലാസ് അതിന്റെ ഭാഗമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധിയുള്ളതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അല്ലാഹു പരിശുദ്ധനാണ്. അപ്പോ പരിശുദ്ധിയുള്ളത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ബാങ്കിൽ പൈസ ഇട്ടിട്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പൈസ ഇട്ട് ആ പൈസ കൊണ്ട് ഉംറക്ക് പോകാൻ പറ്റൂല, അതിന്ന് സ്വതക്ക കൊടുത്താൽ സ്വീകരിക്കൂല. കള്ളവും കളവും ചതിയും കരിഞ്ചന്തയും നടത്തിയിട്ട് സമ്പാദിക്കാൻ പാടില്ല. അങ്ങനെ ത്വയ്യിബായ കാര്യങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാകുന്നു. അത് കുറച്ചാണെങ്കിലും ശരി, കുറച്ചു മതി. കുറച്ചാണെങ്കിലും നിങ്ങൾ കൃത്യമായി, സ്ഥിരമായി, ചിട്ടയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, ഭംഗിയായി, വൃത്തിയായി ചെയ്യുന്ന കാര്യങ്ങളാകുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും അങ്ങനെ പ്രവർത്തിക്കണം. അപ്പൊ ആണാണോ പെണ്ണാണോ എന്നുള്ള ചർച്ചയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് പ്രവർത്തനങ്ങളെ എങ്ങനെയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പ്രാർത്ഥന പഠിപ്പിച്ചു. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ്. ആ പ്രാർത്ഥനയുടെ സാരം എന്താണ്? അത് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കി തരുവാനും നമ്മുടെ പോരായ്മകൾ വിട്ടുപുറത്തു മാപ്പാക്കി തരുവാനും. ആ പ്രാർത്ഥനയുടെ ഫളായിലുകളെ കുറിച്ച് ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. രാത്രിയിൽ വൈകുന്നേരമാകുമ്പോൾ അത് പാരായണം ചെയ്ത് കിടക്കുന്ന മനുഷ്യൻ, അവൻ നേരം പുലർന്നു മുമ്പ് മരണപ്പെട്ടാൽ പാവങ്ങൾ പുറത്തുകൊണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നു പറഞ്ഞതിനെ കുറിച്ച്. പകൽ സമയത്ത് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരണപ്പെട്ടു, അങ്ങനെയെങ്കിൽ അതിനിടയിൽ അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെട്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഫضലുകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് പറഞ്ഞു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി അന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു. പഠിച്ചവനെ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. ഖലഖതനി അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി നിന്നോടുള്ള കരാറിൽ, അതേപോലെ തന്നെ നിന്നോടുള്ള വാഗ്ദാനത്തിൽ, അതിൽ പരിപൂർണത പാലിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി. നമ്മളൊരു പ്രതിജ്ഞയാണ് അള്ളാഹുവോട് നമസ്കാരത്തിൽ പോലും എടുക്കുന്നത്. ഇന്നി വജ്ജഹതു വജ്ഹിയ ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വഅന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും മരണവും നോമ്പും നമസ്കാരവും എല്ലാ അള്ളാഹുവിനാകുന്നു എന്ന് ഒരു ദിവസം ചുരുങ്ങിയത് 5 തവണ നമ്മളൊരു പ്ലഡ്ജായി, ഒരു പ്രതിജ്ഞയായി അള്ളാഹുവിന് മുമ്പിൽ എടുക്കുക. അതുകൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി, വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു. നീ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും ഷർറുകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി. നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഏറ്റുപറയുകയും എന്റെ എല്ലാ കുറ്റങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകിയത്. നമ്മുടെ പോരായ്മകൾ നമ്മളോട് ഏറ്റുപറയുകയാണ്. എന്നിട്ട് അവസാനം പറയാണ് ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതുകൊണ്ട് നീ എനിക്ക് പുറത്തരണേ. ഈ പ്രാർത്ഥന കർമ്മങ്ങൾ നന്നാക്കി തീർക്കുവാൻ, അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ്, നമ്മുടെ അനുഗ്രഹങ്ങൾ സമ്മതിച്ച്, നമ്മുടെ പോരായ്മകൾ ഏറ്റുപറഞ്ഞ്, കർമ്മ നൈരന്തര്യത്തോടുകൂടി പോരായ്മകൾ അള്ളാഹുവോട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുവാൻ അപേക്ഷിച്ച്, അങ്ങനെയാണ്. അങ്ങനെ കർമ്മനിരതമായ ഒരു ജീവിതം, ഇസ്തിഗ്ഫാറോട് കൂടിയുള്ള ഒരു ജീവിതം, അങ്ങനെ ജീവിച്ച് മരിച്ച് അള്ളാഹുവിന്റെ
പാപമോചനത്തിന് അർഹത നേടി അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായ വിശ്വാസികളായി മാറുവാനാണ് ഓരോ വിശ്വാസിനിയും ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.